സുഹൃത്തുക്കളെ, കുറെ നേരം നമ്മൾ വെറുതെ ഇരുന്നെങ്കിൽ നമുക്ക് ശൂന്യത ഫീൽ ചെയ്യും. അങ്ങനെ ഇരിക്കും നമുക്ക് കിട്ടിയ അനാവശ്യമുള്ള തോട്ടാണ്ട നമുക്ക് ഈ ബോറടി മാറ്റാൻ വേണ്ടി പൂച്ചക്കുട്ടിനെ വാങ്ങിയാലും ഗൂഗിൾ മാപ്പിൽ നിയറസ്റ്റ് പെറ്റ് ഷോപ്പ് എന്നൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ നേരെ വിട്ടു. ആദ്യം 2-3 പെറ്റ് ഷോപ്പിൽ കയറി നമുക്ക് അവിടെ കിട്ടിയില്ല. പല കളറിലുള്ള ഈ മീനുകളില്ലേ, അത് അവിടുന്ന് കണ്ടാട്ടാ. പിന്നെയും കറങ്ങി തിരിഞ്ഞ് നമ്മൾ അവസാനം ഒരു ഷോപ്പിന്റെ അടുത്ത് എത്തിയിട്ടാ. സംഭവം അവിടെ കുറെ പെറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം കണ്ടുമതി പൂച്ചക്കുട്ടികളെ എടുത്ത് കണ്ടാ. ഒക്കെ തന്നെ കാണാൻ നല്ല രസം കിട്ടാ. 2-3 ഒരു ക്രീം കളറും പിന്നെ കുറച്ച് ഒരു ഡാർക്ക് ബ്രൗൺ കളറും ആയിട്ടുള്ള കുറെ പേശം കെട്ടി അവിടെ ഉണ്ട്. സംഭവം ശരിയാ, ഇതുപോലെ 2 നമ്മളെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സമയം പോകും. അതിന്റെ ഈ ഇണക്കും പിണക്കും അതിന്റെ കുട്ടികളെയും കാണാൻ നല്ല രസം. ആശാനും പിന്നെ അതൊക്കെ നല്ല ഇഷ്ടമായി. അവറ്റങ്ങളായിട്ട് നല്ല ഇണക്കായി. പിന്നെ അവിടെ ഈ പേശം കയറ്റി കൊണ്ടുണ്ട് കുറെ ടൈപ്പ് പെറ്റ്സ് ഉണ്ടായിരുന്നു. പേരറിയാത്ത കുറെ കിളികളും ഉണ്ട്. പിന്നെ കുറെ നല്ല രസമുള്ള ഹാംസ്റ്റേഴ്സും ഉണ്ട് അവിടെ കുറെ. സംഭവം മൃഗസ്നേഹം കുറച്ച് കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിയാലും അവസാനം സ്നേഹം കുറച്ച് കൂടി തുടങ്ങിയൊരു സംശയം തോന്നി തുടങ്ങിയിട്ട് ആവശ്യമില്ല അടുത്തടുത്ത് സംശയം ആദ്യം ഇണക്കം കാണിച്ചിരുന്നവൻ ആ ചെറിയ പൂച്ചക്കുട്ടികളോടാണെന്നുണ്ടെങ്കിൽ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന അതിനെക്കാട്ടി വലിയ സാധനങ്ങളോടാണ്. ഇവന്റെ കുട്ടികളെ കുറച്ച് കൂടുണ്ടോ എന്നുള്ള സംശയം അപ്പം തന്നെ എനിക്ക് തോന്നി തുടങ്ങി. അങ്ങനെ വരുന്നതാണ് പിന്നെ ഒറ്റങ്ങളായിട്ട് അവൻ കാട്ടിവിട്ടിരുന്നത്. എന്തൊക്കെയോ സീരിയസ് ആയിട്ട് വെറുതെ അവൻ കടയിടാളായിട്ട് സംസാരിക്കണ്ടായിരുന്നു. സ്നേഹിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ തല്ലി മാറ്റിയാണ് പിന്നെ ചെയ്തിട്ടാ. റൂമിൽ എത്തിയപ്പോൾ പിന്നെ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് രാവിലെ വാങ്ങിയ ഒരു പാക്കറ്റ് ബ്രെഡും ചാമ്പ് വരുന്നുണ്ട്. ഒരു ഐസ്ക്രീമിന് സ്പൂണിനെ നമ്മൾ ഒപ്പിച്ചിട്ട് പിന്നെ അതുകൊണ്ടാണ് നമ്മൾ തേച്ചിരുന്ന് പിടിച്ചിരുന്നത്. അതും കയറ്റി കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം നോക്കും നേരെ എത്തി. അപ്പൊ ഇന്നത്തെ ഷിഫ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ ഡ്രസ്സ് മാറ്റി കുളിച്ചു ഒരുങ്ങി നമ്മൾ നേരെ വിട്ടുവിടെ വർക്കിന്. അപ്പൊ ശരി, ബാക്കി നാളെ.